Good morning. Welcome to today's English class. So, we were discussing about the activities of How Far is the River by Ruskin Bond. Am I right? Okay. So, in the last class, we discussed how to develop a friendly letter. So, we discussed the letter writing in detail and I gave you a homework to complete. Have you completed the homework? Could you do it alone? Okay. And I have already given you the teacher's version also. Have you copied the teacher's version to your notebook? Okay, fine. So today we are going to discuss activity number 11, synonyms. What is the meaning of the word synonyms? Have you heard this term before? എന്താണ് സിനോണിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം വേർഡ് മീനിങ്. നിങ്ങൾ മലയാളത്തിൽ സമാനാർത്ഥങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതേ അർത്ഥം തന്നെയാണ് സിനോണിമിനും ഉള്ളത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു പാരഗ്രാഫിൽ നിന്നും പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് ദിസ് വേർഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ സിനോണിം എന്താണെന്ന് ആലോചിച്ചിരിക്കരുത്. സിനോണിം എന്നാൽ സെയിം വേർഡ് മീനിങ്. ഓക്കെ, ഒരേ അർത്ഥമുള്ള വാക്കുകളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ വിപരീതാർത്ഥങ്ങൾക്ക് എന്ത് വാക്കാണ് ഇംഗ്ലീഷിൽ പറയാം? യെസ്, ആന്റോണിംസ്. സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് പരിചയമുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആക്ടിവിറ്റി നമ്പർ 11ലേക്ക് പോവാം. അതൊരു ഡിക്ഷണറി വർക്കാണ്, അതൊരു ഹോംവർക്ക് കൂടിയാണ്. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം ഡൗട്ട് ഉള്ളത് ടീച്ചർ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഷാൽ വി മൂവ് ടു ആക്ടിവിറ്റി നമ്പർ 11? ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 18. Page number 18, activity number 11. Find the words that convey the same idea and write them in the space provided. Can you say some words were there? Words were? 4 words were are there in the activity. The center words I am going to read now. Walk, stop, ask, decide. 4 വേർഡ് വെബുകൾ നിങ്ങൾക്ക് കാണാം. അതിൽ നടുക്കുള്ള വാക്കുകളാണ് ടീച്ചർ ഇപ്പോൾ വായിച്ചത്. ആ വാക്കുകളുടെ സിനോണിംസ് ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ യു ഹാവ് ടു ചെക്ക് യുവർ ഡിക്ഷണറി. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡിക്ഷണറി യു ക്യാൻ സെർച്ച് ഇൻ ദ ഗൂഗിൾ. ദെൻ ഫൈൻഡ് ഔട്ട് 4 synonyms for each word. ഓരോ വാക്കിനും 4 സിനോണിംസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ആദ്യം കിട്ടുന്നത് നിങ്ങൾ എഴുതി വെക്കൂ. യു ഹാവ് ടു കോപ്പി ദിസ് ക്വസ്റ്റ്യൻ ടു യുവർ നോട്ട്ബുക്ക്. Try to find out more words if you could and write down all those synonyms in your notebook. And if you have any doubt, you can ask me. I can give you the teacher's version. Okay, will you complete the activity? Hope you will check the dictionary and you will complete the activity number 11. Now I am moving to activity number 12. In activity number 12, we are discussing about adjectives. We have already discussed about adjectives. Do you remember? എന്താണ് adjectives എന്ന് പറഞ്ഞാൽ? How far is a river? നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത ഒരു ഗ്രാമാറ്റിക്കൽ ഐറ്റം എന്ന് പറയുന്നത് adjectives ആയിരുന്നു അല്ലേ? What are adjectives? Yes, adjectives are the words. What are the function of adjectives? They are using to describe nouns. അല്ലേ? നൗണുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ്. നൗണിന്റെ കൂടെയാണ് അവരുണ്ടാവുക. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. ടീച്ചർ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സോ വി ക്യാൻ റീഡ് ദ 3 sentences provided just under activity number 12. Shall we move? Okay. Take activity number 12. Look at the following sentences. 3 സെന്റൻസുകൾ തന്നിരിക്കുന്നു. ആ 3 സെന്റൻസുകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. The first sentence, the boy walked along the path. അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The boy walked along the path. ആ സെന്റൻസിലെ നൗണുകളുടെ അടിയിലൊന്ന് വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? Which are the nouns in first sentence? Yes, you are right. There are 2 nouns, boy and path. രണ്ടും നൗണുകളാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒന്ന് വരച്ചോളൂ.
ഇനി രണ്ടാമത്തെ സെന്റൻസിലെ എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് നോക്കൂ. The sturdy boy walked along the stony path. എന്ത് ഡിഫറൻസ് ആണ് അവിടെ സംഭവിച്ചത്? ഓരോ അഡ്ജക്റ്റീവുകൾ വീതം ആ നൗണുകളുടെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു അല്ലെ. ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഏത് വേർഡാണ് ഉപയോഗിച്ചത്? അത് ഓൾറെഡി സർക്കിൾ ചെയ്തിട്ടുണ്ടല്ലോ. ഏതാണത്? യെസ്, സ്റ്റഡി. അതുപോലെ പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? നോക്കി പറയൂ. സ്റ്റോണി. സർക്കിൾ ദാറ്റ് വേർഡ് ഓൾസോ. ആ അഡ്ജക്റ്റീവ് ഒന്ന് സർക്കിൾ ചെയ്തോളൂ. സ്റ്റോണി. പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് സ്റ്റോണി. യെസ്, തേർഡ് സെന്റൻസ് നമുക്ക് വായിക്കാം. The young barefooted sturdy boy walked along the stony path. അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? പാത്ത് എന്ന് പറഞ്ഞ നൗണിന് ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് തന്നെയുള്ളൂ. രണ്ടാമത്തെ സെന്റൻസ് പോലെ തന്നെയാണ് മൂന്നാമത്തെ സെന്റൻസിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ബോയിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ രണ്ട് വാക്കുകൾ കൂടി കൂടുതൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. 2 more words added to the same sentence to describe the noun boy. അല്ലേ? Can you find out the word? Can you underline those 2 adjectives with your pencil now? ആ രണ്ട് വാക്കുകൾ നിങ്ങൾക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ഏതൊക്കെയാണത്? Yes, young, barefooted, sturdy. These are the 3 words used in this sentence to describe the noun boy. Boy എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ് മൂന്നാമത്തെ സെന്റൻസിൽ? സ്റ്റഡി, barefooted and yes, young. എല്ലാം അണ്ടർലൈൻ ചെയ്തില്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, നിങ്ങളുടെ ചോദ്യം അതായിരുന്നു. വിച്ച് സെന്റൻസ് ടെൽ യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്? പാത്ത് എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ് അല്ലെ. അപ്പൊ ആ പ്ലേസിനെ കുറിച്ചും ബോയിനെ കുറിച്ചും കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരുന്ന സെന്റൻസ് ഏതാണ്? ഏത് സെന്റൻസ് ആണ്? യെസ്, ദ തേർഡ് സെന്റൻസ്, സി. അപ്പൊ അവിടെ എഴുതിക്കൊള്ളൂ, അതിന്റെ നേരെ സി എന്ന് മാർക്ക് ചെയ്തോളൂ. Then the second question, circle the words that give more information. നിങ്ങൾക്ക് ആ നൗണിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്ന വാക്കുകളെ സർക്കിൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടുള്ളത്. We have already underlined those words, isn't it? നമ്മൾ ആ വാക്കുകളെല്ലാം അണ്ടർലൈൻ ചെയ്തു ഇല്ലേ? സംശയമൊന്നുമില്ലല്ലോ. യെസ്. സോ നമുക്കിനി ആക്ടിവിറ്റി ബിയിലേക്ക് പോവാം. There you can see a blue box, a squared box you can see. One small paragraph is there. The paragraph is taken from the story How Far Is the River. How Far Is the Riverലെ ഒരു പാരഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ടീച്ചർ ജസ്റ്റ് ഒന്ന് വായിക്കാം. The trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. ടീച്ചർ ഇത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്ത ഒരു പാരഗ്രാഫാണ്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഡയറക്റ്റ്ലി പോകാം. Now pick out the describing words and naming words from the extract and stick them on the bags given below. One each has been done for you. നിങ്ങളോട് പറയുന്നത് ഈ പാരഗ്രാഫിൽ നിന്നും നെയിമിംഗ് വേർഡ്സിനെയും ഡിസ്ക്രൈബിംഗ് വേർഡ്സിനെയും പിക്ക് ഔട്ട് ചെയ്യാനാണ്. ഏതാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? നെയിമിംഗ് വേർഡ്സ് മീൻസ് നൗൺസ്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് മീൻസ് അഡ്ജക്റ്റീവ്സ്. ആ പാരഗ്രാഫിൽ വരുന്ന അഡ്ജക്റ്റീവുകളെയും നെയിമിംഗ് വേർഡുകളെയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ആ നെയിമിംഗ് വേർഡിന് അടിയിൽ കണ്ടു വാട്ടർ. അതിന്റെ നേരെ നോക്കൂ, ഡിസ്ക്രൈബിംഗ് വേർഡ്. അതിനെ ഡിസ്ക്രൈബ് ചെയ്ത വേർഡ് ഏതാണ്? കോൾഡ് എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. കോൾഡ് മാത്രമാണോ വാട്ടറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ പാരഗ്രാഫിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ഒന്ന് വായിച്ചു നോക്കൂ ഒന്നുകൂടെ. ആ സെക്കൻഡ് സെന്റൻസ് ഒന്ന് നോക്കൂ. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. വാട്ടറിനെ കുറിച്ച് എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? 3 വാക്കുകളുണ്ട് അല്ലെ. കോൾഡ് നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ ഏതൊക്കെ 2 വാക്കുകൾ നമുക്ക് വാട്ടറിനെ കുറിച്ച് എഴുതാൻ സാധിക്കും? യെസ്, ഷാർപ്പ്, റിഫ്രഷിംഗ്. അത് രണ്ടും വാട്ടർ എന്ന നെയിമിംഗ് വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ആണ്. അത് നമ്മുടെ ഇപ്പുറത്തെ ഡിസ്ക്രൈബിംഗ് വേർഡ്സിന്റെ ആ ബാഗിന്റെ മുകളിൽ എഴുതിക്കോളൂ.
കോൾഡിന് തൊട്ടടിയിലായിട്ട് എന്ത് എഴുതണം? റിഫ്രഷിംഗ് എന്നും ഷാർപ്പ് എന്നും എഴുതും. ഇനി വേറെ ഏതെങ്കിലും നെയിമിംഗ് വേർഡ് അവിടെ ഉണ്ടോ നോക്കൂ. ശരിയാണ്. അവിടെ പാത്ത് എന്ന് പറഞ്ഞ ഒരു വേർഡിനെ, ഒരു നൗണിനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും വേർഡ് അവിടെ ഉണ്ടോ? യെസ്, ഡസ്റ്റി പാത്ത് എന്നാണ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡസ്റ്റി എന്ന് പറയുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സിന്റെ അടിയിലും പാത്ത് എന്ന് പറയുന്നത് നെയിമിംഗ് വേർഡിന്റെ അടിയിലുമായിട്ട് എഴുതും. അത്രയേ ഉള്ളൂ ആ ആക്ടിവിറ്റി. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ആക്ടിവിറ്റി നമ്പർ 13 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത പ്രിപ്പോസിഷൻ ആണ്. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ ഹൗ ഫാർ ഈസ് ദ റിവർ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ഇറ്റ്. Now we can move to the next story in our unit, Nature's Plenty. The name of our story is A Snake in the Grass by R.K. Narayan. What do you think about the story by reading the title of it? ആ ടൈറ്റിൽ വായിക്കുമ്പോൾ ഇതിൽ എന്ത് കഥയായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? What is the first image that emerged in your mind after reading this title? ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ എന്തിന്റെ ചിത്രമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? Yes, the picture of a snake. Yes. So, in the 6th standard, we have already studied what happened to Bashir when a snake emerged into his compound. അല്ലേ? ബഷീറിന്റെ കോമ്പൗണ്ടിൽ ഒരു സ്നേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഇത്തവണ നമുക്ക് ഈ വീട്ടിൽ സ്നേക്ക് കയറിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. സോ ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ R.K. Narayan. Do you want to see R.K. Narayan? This is R.K. Narayan. He is a well-known Indian English writer. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് R.K. Narayan. He wrote many stories about India. ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കഥകളായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. In all his stories, we can see an imaginary, a fictional place that is called Malgudi. മാൽഗുഡി എന്ന പേരുള്ള ഒരു സ്ഥലത്താണ് R.K. നാരായണന്റെ എല്ലാ കഥകളും നടക്കുന്നത്. അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല, ഇദ്ദേഹം കഥകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കഥകളിലെല്ലാം ഇന്ത്യയുടെ ഒരു ട്രൂ പിക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ കഥകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ ആർ ഹ്യൂമറസ് അനക്ഡോട്ട്സ്. വളരെ രസകരമായ തമാശ രൂപത്തിലുള്ള കഥകളാണ് R.K. നാരായണന്റെ എല്ലാ കഥകളും. അത്തരത്തിലൊരു കഥയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. So shall we move to the class? Shall we read the lesson? Okay, so take your textbook. A Snake in the Grass by R.K. Narayan. Nature abounds with plants, trees, birds, insects, animals, etc. Aren't the animals and birds also the inheritors of the earth like us? Don't they have the right to live on this earth as we have? If you find a snake in your garden or premises, what will you do? Here is an interesting story. Read on. ഒരു ചെറിയ ആമുഖമാണത്. അതായത് നമ്മൾ ബഷീറിന്റെ ചാപ്റ്ററിൽ പഠിച്ച പോലെ തന്നെ എല്ലാ ആനിമൽസിനും പ്ലാന്റ്സിനും നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? അപ്പോ ഒരു സ്നേക്ക് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കയറിയാൽ ഈ അവകാശവും പറഞ്ഞ് നമ്മൾ അതിനെ വീട്ടിനുള്ളിൽ വിളിച്ചു കയറ്റി ഇരുത്തുവോ? ചെയ്യോ? ഇല്ല. അപ്പൊ എന്തൊക്കെയാണ് ഒരു സ്നേക്ക് ഒരു വീട്ടിൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് നമുക്കൊന്ന് വായിക്കാം. സോ ഫസ്റ്റ് യു ഹാവ് ടു read the story silently. While reading, you have to underline the difficult words. For the difficult words, you have to check the dictionary or the glossary. ഇതെല്ലാ ക്ലാസ്സിൽ എടുക്കുമ്പോഴും ടീച്ചർ പറയാറുള്ളതാണ്. ടെക്സ്റ്റ് നിങ്ങൾ ആദ്യം ഇൻഡിവിജ്വൽ ആയിട്ട് വായിക്കണം. വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെ അടിയിൽ വരയ്ക്കണം. ആ വാക്കുകൾക്ക് അർത്ഥം കിട്ടാനായി എവിടെ നോക്കണം? ഗ്ലോസറിയിലോ ഡിക്ഷണറിയിലോ നോക്കണം.
എല്ലാ പ്രാവശ്യവും പറയാറുള്ളതാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. സോ വായിച്ചു കഴിഞ്ഞെങ്കിൽ ടീച്ചർ വായിക്കാം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. So while I am reading, look into your own textbook. Okay. It is a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. What happened? This is like a drama. ഇതൊരു ഡ്രാമയായിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കഥ പറയുമ്പോൾ ഒരു ഡ്രമാറ്റിക് എലമെന്റ്സും കൂടി നിങ്ങൾ കാണണം. ഒരു ഡ്രാമ നിങ്ങളുടെ ഉള്ളിൽ, ഒരു വിഷ്വൽ ഇമേജറി നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പാഠഭാഗം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരെയും ചേട്ടന്മാരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് മനോഹരമായിട്ടൊരു ഡ്രാമയായിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏത് കഥാപാത്രമാണ് ആദ്യമായിട്ട് കയറി വരുന്നത്? യെസ്, എ സൈക്ലിസ്റ്റ്. സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഒരാൾ വരുന്നത് അല്ലെ? ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. ഏത് സമയത്താണ് കട തുറങ്ങുന്നത്? സണ്ണി ആഫ്റ്റർനൂൺ. നല്ല ഉച്ച സമയത്താണ് ഈ കഥ തുടങ്ങുന്നത്. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലോ. എന്താണ് ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ബംഗ്ലാവിൽ താമസിക്കുന്ന ബംഗ്ലാവിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് പറ്റിയത്? ദേ ആർ അറ്റ് ദിയർ സീസ്റ്റ. എന്താണ് സീസ്റ്റ എന്ന് പറഞ്ഞാൽ? ഗ്ലോസറിയിൽ ആ വാക്കുണ്ട്, നിങ്ങൾ ഗ്ലോസറിയിൽ ഒന്ന് അടയാളപ്പെടുത്തി പഠിക്കണം കേട്ടോ. സീസ്റ്റ എന്ന് പറഞ്ഞാൽ സ്നാപ്പ് അല്ലെങ്കിൽ എന്താ പറയാ, നാപ്പ് എന്ന് പറയും. അതായത് ഉച്ചമയക്കം. അതായത് ചെറിയൊരു ഉച്ചമയക്കത്തിലായിരുന്നു ആ ബംഗ്ലാവിലെ എല്ലാ ഇൻമേറ്റ്സും അല്ലെങ്കിൽ ആ ബംഗ്ലാവിലെ എല്ലാ ആൾക്കാരും അവരുടെ ചെറിയൊരു ഉച്ചമയക്കത്തില് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ. റോഡിന് ഗേറ്റിന് വെളിയില് റോഡിലൂടെ പോകുന്ന ഒരു സൈക്ലിസ്റ്റ് അദ്ദേഹത്തിന്റെ ബെല്ലിങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ട് ഫ്രാന്റിക്കലി വളരെ തിരക്ക് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിഭ്രാന്തനായിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത് അയാള്? എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻടു യുവർ കോമ്പൗണ്ട് ആൻഡ് ഇറ്റ് ജസ്റ്റ് ക്രോസ്ഡ് മൈ വീൽ. എന്റെ സൈക്കിളിന്റെ വീലിന്റെ തൊട്ട് മുന്നിലൂടെ ഒരു വലിയ കോബ്ര നിങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കേറിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കണ്ടതാണ്. He pointed to its track under the gate. ഗേറ്റിനടിയിലൂടെ അത് പോയ വഴി അയാൾ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തു. Then he resumed his journey. Resume ചെയ്യാന്ന് പറഞ്ഞാൽ then he continued his journey. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ യാത്ര തുടർന്നു. ഫസ്റ്റ് സീൻ നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഒരു ബംഗ്ലാവും എല്ലാവരും ഉറക്കത്തിലായിരിക്കുന്ന ഒരുപാട് ഇൻമേറ്റ്സും ഒരു വലിയ ഗേറ്റും അതിന് തൊട്ട് മുന്നിലെ ഒരു റോഡും അതിലൂടെ പെട്ടെന്നൊരു ടെൻഷൻ അടിച്ച ഒരാൾ സൈക്കിൾ നിർത്തുന്നു. എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻടു യുവർ കോമ്പൗണ്ട് ഇറ്റ് ജസ്റ്റ് ക്രോസ്ഡ് മൈ വീൽ. അയാൾ ഷൗട്ട് ചെയ്തു അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? യെസ്. നൗ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് പാരഗ്രാഫ്. The family consisted of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. What happened? എന്താ സംഭവിച്ചത്? ഇത്തരത്തിലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമായിട്ട് വീണ്ടും ഉറക്കം തുടരാനായിട്ട് സാധിക്കുമോ? ഇല്ല. അവരൊക്കെ ഉറക്കത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഞെട്ടി എഴുന്നേറ്റു അല്ലേ? എന്നിട്ട് എന്താ ചെയ്തത്? The family consisted of the mother and her 4 sons. How many members were there in the family? എത്ര ആൾക്കാരാണ് ആ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്? മദർ ആൻഡ് ഹർ 4 sons. ഒരമ്മയും അമ്മയുടെ 4 മക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. They were greatly agitated to hear the news. അവരിത് കേട്ടിട്ട് വളരെ പരിഭ്രാന്തരായി. എന്നിട്ട് എന്തു ചെയ്തു? Soon they assembled at the gate. ഈ വാർത്ത കേട്ട ഉടനെ അവർ ഗേറ്റിന്റെ അടുത്ത് എല്ലാവരും എത്തിച്ചേർന്നു. Their old servant Dasa was sleeping in the shed. അവരുടെ വയസ്സായ സെർവന്റ് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ദാസ. What is he doing? He is sleeping in the shed. അവിടെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിൽ കിടന്ന്
ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദാസ ദ സെർവന്റ്. They shook him out of his sleep. അവരവനെ ഉറക്കത്തിൽ നിന്നും കുലുക്കി വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? And told him about the arrival of the cobra. കോബ്ര വന്ന കാര്യം അവനോട് പറയണ്ടേ. എന്നിട്ട് എന്താ സംഭവിച്ചത്? There isn't any cobra here, he replied, and tried to dismiss the matter. They swore at him and wanted him to be serious. The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care for the garden. എന്താ സംഭവിച്ചത്? There isn't any cobra here. ഇവിടെ എങ്ങും ഒരു കോബ്രയൊന്നുമില്ല. He replied and tried to dismiss the matter. ഇവർ ഈ കോബ്രയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യം അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട ഒരു ശ്രമം ദാസ നടത്തി. എന്താ പറഞ്ഞത് ദാസ? ഇവിടെയൊന്നും കോബ്രയൊന്നും ഇല്ല. They swore at him. They swore at him. ഒരു ആണയിട്ട് പറഞ്ഞു വീട്ടിലെ അംഗങ്ങളെല്ലാം. എന്താ പറഞ്ഞത്? They wanted him to be serious. You have to be very serious about the arrival of the cobra. നീ വെറുതെ തമാശ കളിക്കില്ലേ? കോബ്ര ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട്. നീ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കണം. The thing is somewhere here. ആ സംഭവം ഇവിടെ എവിടെയോ ഉണ്ട്. If it is not found before the evening, വൈകുന്നേരത്തിന് മുമ്പ് അതിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ we will dismiss you from here. നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. You don't seem to care for the garden. ഈ ഗാർഡൻ ശ്രദ്ധിക്കാനാണ് നിന്നെ ജോലിക്ക് വെച്ചിട്ടുള്ളത്. ആ കാര്യം പോലും നീ പൂർത്തിയാക്കുന്നില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. ആര്? The inmates. Okay. The next paragraph. Now we can read the 4th paragraph. Some neighbors dropped in. They looked accusingly at Dasa. You have the laziest servant on earth, they said. You ought to keep the surroundings tidy. I have been asking for a grass cutter for months, Dasa said. In one voice, they ordered him to manage with available things and learn not to make commands. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. They began helping the neighbor in every possible way. They tucked up their dhotis, seized every available knife and crowbar, and began to hack the garden. Creepers, bushes, and lawns were laid low. What could not be trimmed was cut to the root. The inner walls of the house brightened with unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly, "Where is the snake?" Have you understood anything? Okay. What happened? Yes, a big cobra entered into the compound. So all the inmates of the bungalow came out of the house and shook their lazy servant Dasa. What was the first response of Dasa? There wasn't any cobra here. He tried to dismiss the matter, but they warned Dasa if he could not find out the cobra before evening, they will dismiss him from this house. അല്ലേ? അങ്ങനെ വാൺ ചെയ്യുക കൂടി ഉണ്ടായി അല്ലേ? Now what happened? More neighbors dropped in. Many neighbors arrived. അല്ലേ? ഈ ബഹളം കേട്ട് അയൽക്കാരെല്ലാവരും ഒത്തുകൂടി. They looked accusingly at Dasa. Accuse ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കുറ്റപ്പെടുത്തുക. ഒരു കുറ്റപ്പെടുത്തുന്ന നോട്ടത്തോടു കൂടി, അല്ലെങ്കിൽ എല്ലാവരും ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ദാസയെ. Why? Dasa is the gardener. ദാസയാണ് ആ വീട്ടിലെ ഗാർഡനർ. ആ ഗാർഡൻ ശരിക്കും നോക്കാത്തത് കൊണ്ടാണ്, അവിടെ ഒരുപാട് പുല്ല് വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ആ സ്നേക്ക് അവിടേക്ക് കയറി ഒളിച്ചത് എന്ന് പറഞ്ഞാണ് എല്ലാവരും ദാസയെ അക്യൂസ് ചെയ്തത്. Please underline all those difficult words and check your dictionary and glossary. Okay? You have the laziest servant on earth. അവരെന്താ പറഞ്ഞത്? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മടിയനായ ഒരു സെർവന്റ് നീയാണെന്ന് പറഞ്ഞിട്ടാണ് അവരെല്ലാവരും ദാസയെ കുറ്റപ്പെടുത്തിയത്. They said, you ought to keep the surroundings tidy. നീ എന്ത് ചെയ്യണമായിരുന്നു?
ഈ വീടിന്റെ ചുറ്റുപാടുമൊക്കെ ടൈഡി ആയിട്ട് വെക്കണമായിരുന്നു, വൃത്തിയാക്കി വെക്കണമായിരുന്നു, അല്ലേ? ഐ ഹാവ് ബീൻ ആസ്കിംഗ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്, ദാസ സെഡ്. അപ്പൊ ദാസ എന്താ പറഞ്ഞത്? ഇത്ര നാളായി ഒരു ഗ്രാസ് കട്ടറിനെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയണു. ഒരു ഗ്രാസ് കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും വൃത്തികേടാവില്ലായിരുന്നു എന്നാണ് ദാസ പറയുന്നത്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദാസയുടെ ശ്രമം. ഇപ്പൊ കുറ്റം ആരുടെ തലയിലേക്ക് വെക്കാം? തിരിച്ച് അവരുടെ തലയിലേക്ക് തന്നെ വെക്കാം. ഒരു ഗ്രാസ് കട്ടറിനെ നിങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനൊരു ശ്രമം ദാസ നടത്തി നോക്കി. പക്ഷെ അവരെന്ത് ചെയ്തു? ഇൻ വൺ വോയിസ്, ഒറ്റ ശബ്ദത്തിൽ എല്ലാവരും കൂടി അവനെ വാൺ ചെയ്തു. They ordered him to manage with available things and learn not to make demands. ഈ സമയത്ത് ഇപ്പൊ കൂടുതൽ ഡിമാൻഡുകൾ, കൂടുതൽ ആവശ്യങ്ങളൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. മാനേജ് ദ തിങ് വിത്ത് അവൈലബിൾ തിങ്സ്. ഇപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഗ്രാസ് കട്ടറും ഗ്രാസിന്റെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ ഇവിടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ പ്രശ്നം എത്രയും വേഗം ഡീൽ ചെയ്യാനായിട്ട് എല്ലാവരും ഒറ്റ സ്വരത്തിൽ ദാസയോട് ആവശ്യപ്പെട്ടു. Meanwhile, more neighbors assembled. അപ്പോഴേക്കും ഈ ബഹളമൊക്കെ കേട്ട് ഒരുപാട് അയൽക്കാർ അവിടെ ഒത്തുകൂടി. They began discussing snake menace and the dangers of snake bite. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ്. ഒരു പ്രശ്നത്തിന് വേണ്ടി ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ കാര്യം ചെയ്യുന്നതിനൊപ്പം തന്നെ കുറെ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ചർച്ച തുടങ്ങി. എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? സ്നേക്ക് മെനാസ്. എന്താണ് മെനാസ് എന്ന് പറഞ്ഞാൽ? അണ്ടർലൈൻ ദ വേർഡ്. മെനാസ് മീൻസ് ത്രെറ്റ്, അതായത് ഭീഷണി. പാമ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഭീഷണികളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി. അത് മാത്രമാണോ? ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ്. ഇനി പാമ്പ് കടി ഏറ്റാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചും അവർ ചർച്ച ചെയ്യാൻ മറന്നിട്ടില്ല. ഒരു ഗ്രൂപ്പ് ആൾക്കാരെ സഹായിക്കാനായിട്ടുണ്ട്, കുറെ ആൾക്കാരെ ചർച്ച തുടങ്ങുകയും ചെയ്തു. They began helping the neighbor in every possible way. അവർക്ക് സാധ്യമായ എല്ലാ വഴിയിലൂടെയും തന്റെ അയൽക്കാരനെ സഹായിക്കാനായിട്ട് അവർ മുന്നോട്ട് വന്നു. എന്തൊക്കെയാണ് അവർ ചെയ്തത്? They tucked up their dhotis. എന്താണ് ധോത്തി എന്ന് പറഞ്ഞാൽ? നമ്മുടെ മുണ്ട്, കൈലി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ? tucked up their dhotis. മുണ്ടൊക്കെ മടക്കി കുത്തി, രണ്ടും കൽപ്പിച്ചിട്ടാണ് അവരല്ലേ. എന്താണ് ചെയ്യാൻ പോകുന്നത്? They are going to find out the snake from the garden. ഗാർഡനിൽ നിന്ന് സ്നേക്കിനെ കണ്ടുപിടിക്കാൻ പോവാണ്. എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി വന്നു. മുണ്ടൊക്കെ മടക്കി കുത്തി. എന്നിട്ട് എന്താ ചെയ്തത്? Seized every available knife and crowbar. അവിടെ അവൈലബിൾ ആയിട്ടുള്ള, അവിടെ കിട്ടാവുന്ന നൈഫും, അതായത് ആയുധങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. നൈഫ്, കത്തി, ക്രോബാർ, നമ്മൾ കമ്പിപ്പാര എന്നൊക്കെ നമ്മൾ പറയില്ല, പാരയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. Then began to hack the garden. ഗാർഡൻ ഇളക്കി മറിക്കാനായിട്ട് ഇവരെല്ലാവരും തുടങ്ങി. Creepers, bushes and lawns were laid low. ഒരുപാട് ക്രീപ്പേഴ്സ് ഉണ്ടായിരുന്നു, ബുഷസ് ഉണ്ടായിരുന്നു, ലോൺസ് ഉണ്ടായിരുന്നു. ക്രീപ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? ക്രീപ്പേഴ്സ് അതായത് വള്ളിപ്പടർപ്പുകൾ, അതൊക്കെ വെട്ടിയൊതുക്കി. ബുഷസ്, കുറ്റിച്ചെടികളൊക്കെ വെട്ടിയൊതുക്കി. പുൽത്തകിടികൾ, ലോൺസ് എന്ന് പറയുന്നത്, അങ്ങനെ അവിടെ വളർന്നു നിൽക്കുന്ന ചെടികളെല്ലാം laid low, വെട്ടി ചെറുതാക്കാനായിട്ട് തുടങ്ങി. Some could not be trimmed, was cut to the root. ചില ചെടികൾ ട്രിം ചെയ്യാനായിട്ട് സാധിച്ചില്ല, അതിന്റെ ഉയരം കുറയ്ക്കാൻ സാധിക്കാത്തവയൊക്കെ അവരെന്ത് ചെയ്തു? വേരോടുകൂടി പിഴുത് കളയാണ് ചെയ്തത്. കട്ട് ടു ദ റൂട്ട്, റൂട്ടിന്റെ അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ വേരോടുകൂടി പിഴുത് കളയുക കൂടെ ചെയ്തു. The inner walls of the house brightened. ഇപ്പൊ നമുക്കറിയാം, വീടിന്റെ മുമ്പിൽ വലിയൊരു കാട് പോലെ വളർന്നു നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി കഴിഞ്ഞാൽ വീടിനുള്ളിലേക്ക് സൂര്യപ്രകാശത്തിന് ഒരു തടസ്സവുമില്ലാതെ ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ വീടിന്റെ ഉൾഭാഗമൊക്കെ സൂര്യപ്രകാശം കൊണ്ട് തിളങ്ങാനായിട്ട് തുടങ്ങി. ദ ഇന്നർ വാൾസ് ബ്രൈറ്റൻഡ്. വീടിന്റെ ഉള്ളിലെ ചുമരുകളൊക്കെ തിളങ്ങാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ട്? വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് glare streaking in. എന്താണ് അൺഒബ്സ്ട്രക്റ്റഡ്? എന്താണ് ഒബ്സ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം. ഇവിടെ അൺഒബ്സ്ട്രക്റ്റഡ്, തടസ്സമില്ലാതെ. മുമ്പിൽ തടസ്സമായിട്ടുണ്ടായിരുന്ന ക്രീപ്പേഴ്സും ലോൺസും ബുഷസും എല്ലാം എന്ത് ചെയ്തു? ദേ കട്ട് ഇറ്റ്. എല്ലാം അവര് ട്രിം ചെയ്തു അല്ലേ? ദേ ഓൾ ട്രിംഡ്. അതുകൊണ്ട് അൺഒബ്സ്ട്രക്റ്റഡ് സൺലൈറ്റ്, ഒരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് സൺലൈറ്റ് സ്ട്രീക്കിംഗ്,
ഉള്ളിലേക്ക് അരിച്ചു കയറി ആ വാതിലിന്റെ ഉള്ളിൽ, ഐ മീൻ നമ്മുടെ ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ബംഗ്ലാവിൻ്റെ ഉള്ളില് വാളുകളൊക്കെ തിളങ്ങാനായിട്ട് തുടങ്ങി. When there was nothing more to be done, Dasa asked triumphantly. ഒരുവിധം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് ബോധ്യമായപ്പോൾ ദാസ ആസ്ക്ഡ് triumphantly, underline that word, triumphantly, വിജയഭാവത്തോടു കൂടി ദാസ ഒരു ചോദ്യം ചോദിച്ചു. എന്താണത്? Where is the snake? എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ആ സ്നേക്ക്? ഓക്കെ, അപ്പൊ നമ്മൾ 4 പാരഗ്രാഫാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ഇതിന്റെ കഥ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഈ കഥ മൊത്തമായിട്ട് വായിച്ചു വെക്കാം. മനസ്സിലായോ? അപ്പോൾ വേറൊരു ഹോംവർക്ക് കൂടി ടീച്ചർ തരുന്നത് എന്തായിരിക്കും? ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഫോർ സൈറ്റ് ക്വസ്റ്റ്യൻസ്. എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 1, 2, 3 and 4. 4 questions are there. സോ ഇത് ആദ്യത്തെ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെക്കുക. ഈ എടുത്ത 4 പാരഗ്രാഫുകൾ നല്ല വൃത്തിയായിട്ട് വായിക്കുക. ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ആ ഡിക്ഷണറിയിൽ നിന്നും കണ്ടുപിടിക്കുകയും ഗ്ലോസറിയിൽ കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് പഠിക്കുകയും കൂടി ചെയ്യണം. സോ വി ക്യാൻ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. സോ read the text thoroughly so we can meet in the next class. Thank you.